ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പ്രയാഗ്രാജ് സന്ദർശിക്കും. മഹാകുംഭമേളയിൽ പങ്കെടുക്കും. പരീക്ഷാ പേ ചർച്ചയുടെ 8ാം പതിപ്പ് ഇന്ന് ന്യൂഡൽഹിയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി സംവദിക്കും. ഫ്രാൻസ്, അമേരിക്ക എന്നീ രാജ്യങ്ങളുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനത്തിൽ ഇന്ന് ബജറ്റ് സംബന്ധിച്ച പൊതുചർച്ചയ്ക്ക് തുടക്കമാകും. എയ്റോ ഇന്ത്യ 2025 പ്രതിരോധ പ്രദർശന പരിപാടിയുടെ 15ാം പതിപ്പ് ഇന്നു മുതൽ ബംഗളൂരുവിൽ. സ്വാശ്രയ ഇന്ത്യയെക്കുറിച്ചുള്ള വീക്ഷണത്തിന് ശക്തി പകരുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. കട്ടക് ഏകദിനത്തിൽ ഇംഗ്ലണ്ടിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പ്രയാഗ്രാജിൽ മഹാകുംഭമേള സന്ദർശിക്കും. ഗംഗ, യമുന, സരസ്വതി നദികളുടെ ത്രിവേണി സംഗമത്തിൽ രാഷ്ട്രപതി പുണ്യസ്നാനം നടത്തും. പ്രയാഗ്രാജിലെ ഹനുമാൻ ക്ഷേത്രം, അക്ഷയ് വട്ട് എന്നിവിടങ്ങളും സന്ദർശിക്കുന്ന ശ്രീമതി മുർമു ഡിജിറ്റൽ മഹാകുംഭ് എക്സ്പീരിയൻസ് സെന്ററിൽ സജ്ജമാക്കിയ സംവിധാനത്തിലൂടെ മഹാകുംഭമേള വീക്ഷിക്കും. അതേസമയം മഹാകുംഭമേളയിലേക്ക് തീർത്ഥാടക പ്രവാഹം തുടരുകയാണ്. 43 കോടിയിലധികം പേർ ഇതുവരെ കുംഭമേളയിൽ പങ്കെടുത്തതായാണ് കണക്കുകൾ. പരീക്ഷാ പേ ചർച്ചയുടെ 8ാം പതിപ്പ് ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ രാവിലെ 11-നാണ് പരിപാടി. ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടുന്നതിനുള്ള മികച്ച മാർഗങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കും. പുതുക്കിയ ഘടനയിൽ 8 ഭാഗങ്ങളായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതുവരെ 3.5 കോടിയോളം വിദ്യാർത്ഥികൾ പരിപാടിക്കായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ്, അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇരു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാന പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് സന്ദർശനം ഊന്നൽ നൽകും. ഇന്നു മുതൽ ഈ മാസം 12 വരെ ഫ്രാൻസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നിർമ്മിത ബുദ്ധി ഉച്ചകോടിയിലും ഉഭയകക്ഷി ചർച്ചകളിലും പങ്കെടുക്കും. ഉച്ചകോടിയിൽ നിർമ്മിത ബുദ്ധി സംബന്ധിച്ച ആശങ്കകളും സാധ്യതകളും ഇന്ത്യ ഉന്നയിക്കുമെന്ന് ഫ്രാൻസിലെ ഇന്ത്യൻ അംബാസഡർ സഞ്ജീവ് കുമാർ സിംഗ്ല പറഞ്ഞു. As you're aware, India and France have a very, very comprehensive and long-lasting strategic partnership. Our focus is to bring our concerns on the table, our capabilities on the table when it comes to Global South and when it comes to the sweeping potential of AI on every sphere of our lives. There should not be a digital divide between developing countries. It should not become the property of a few people in a certain geography or certain companies. ഫ്രാൻസ് സന്ദർശനത്തിനിടെ ഇന്ത്യയുടെ പുതിയ കോൺസുലേറ്റ് ജനറലിന്റെ ഉദ്ഘാടനവും ശ്രീ നരേന്ദ്രമോദി നിർവഹിക്കും. തുടർന്ന് 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് തിരിക്കും. മണിപ്പൂരിൽ മാസങ്ങളായി തുടരുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കും അശാന്തിക്കുമിടെ മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ് ഇന്നലെ രാജിവെച്ചു. ഇംഫാലിലെ രാജ്ഭവനിൽ എത്തി ഗവർണർ അജയ് കുമാർ ഭല്ലയ്ക്ക് അദ്ദേഹം രാജിക്കത്ത് കൈമാറി. 14 MLA-മാരും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് രാജി. ഇതോടെ ഇന്ന് ആരംഭിക്കാനിരുന്ന നിയമസഭാ സമ്മേളനം ഗവർണർ റദ്ദാക്കി. ബദൽ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ ബീരേൻ സിംഗിനോട് അഭ്യർത്ഥിച്ചതായി രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിച്ചു. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനത്തിൽ ഇന്ന് ബജറ്റ് സംബന്ധിച്ച പൊതുചർച്ചയ്ക്ക് തുടക്കമാകും. ബുധനാഴ്ച വരെ ചർച്ച തുടരും. ഭൂമിയുടെ തരംമാറ്റം, സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ ജോലിഭാരവും കുറഞ്ഞ വേതനവും തുടങ്ങിയ വിഷയങ്ങളിൽ ശ്രദ്ധ ക്ഷണിക്കൽ സഭയിൽ അവതരിപ്പിക്കും. 130ാമത് മാരാമൺ കൺവെൻഷന് ഇന്നലെ തുടക്കം. മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രോപൊലിത്ത ഉദ്ഘാടനം ചെയ്തു. കോഴഞ്ചേരി മാരാമൺ പമ്പ നദിക്കരയിൽ ഈ മാസം 16 വരെയാണ് കൺവെൻഷൻ. വയനാട് തലപ്പുഴയിലും പരിസരത്തും കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ വനം വകുപ്പ് തിരച്ചിൽ ഊർജിതമാക്കി. പ്രദേശത്ത് 14 ക്യാമറ ട്രാപ്പുകളും 2 ലൈവ് ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഡ്രോൺ നിരീക്ഷണവും ശക്തമാണ്. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് ദേശീയ വിരവിമുക്ത ദിനം. കുട്ടികളിൽ വിരബാധ, വിളർച്ച, പോഷകാഹാരക്കുറവ് തുടങ്ങിയവയ്ക്ക് കാരണമാകും. 1 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിൽ വിരബാധയ്ക്കുള്ള സാധ്യത കൂടുതലായാണ് കണക്കാക്കപ്പെടുന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളമുള്ള അംഗൻവാടികളും സ്കൂളുകളും കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങളും അവബോധവും നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യ എനർജി വീക്ക് 2025 നാളെ തുടക്കമാകും. പരിപാടിയുടെ 3ാം പതിപ്പാണ് ഇത്. 20-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജ മന്ത്രിമാർ, ഉൽപാദകർ, ആഗോള പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഇന്ന് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി വാർഷിക ഊർജ്ജ പരിപാടിയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ന്യൂഡൽഹിയിൽ ഈ മാസം 14 വരെയാണ് ഇന്ത്യ എനർജി വീക്ക് 2025 സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യ ഈജിപ്ത് സംയുക്ത സൈനികാഭ്യാസമായ സൈക്ലോൺ 2025 ഇന്നു മുതൽ രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ നടക്കും. മരുഭൂമിയിലെ സാഹചര്യങ്ങളിൽ സേനകളുടെ പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുകയും വൈദഗ്ധ്യം പങ്കുവയ്ക്കുകയും ഇന്ത്യ ഈജിപ്ത് പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുകയുമാണ് അഭ്യാസങ്ങളുടെ ലക്ഷ്യം. സൈനികാഭ്യാസം ഈ മാസം 23-ന് സമാപിക്കും. എയ്റോ ഇന്ത്യ 2025 പ്രതിരോധ പ്രദർശന പരിപാടിക്ക് ഇന്ന് ബംഗളൂരുവിൽ തുടക്കമാകും. ഇന്ത്യയിലെയും വിദേശത്തെയും പ്രതിരോധ മേഖലയിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും സ്വദേശിവൽക്കരണ പ്രക്രിയ വേഗത്തിലാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്ക് പ്രദർശനം കാണാൻ അവസരമുണ്ടാകും. പരിപാടി യുവാക്കൾക്ക് പ്രചോദനമാകുന്നതിനൊപ്പം ശക്തവും സ്വാശ്രയവുമായ ഇന്ത്യയെക്കുറിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ വീക്ഷണത്തിന് ശക്തി പകരുമെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. എയ്റോ ഇന്ത്യയുടെ 15ാം പതിപ്പിന് മുന്നോടിയായി ഇന്നലെ ബംഗളൂരുവിൽ വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ വ്യോമമേഖലയിലെ നാഴികക്കല്ലായിരിക്കും പരിപാടിയെന്നും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. We have taken our missile development program to new heights. From the advanced variants of the Agni missile, the Astra missile system and the Pinaka missile system to the cutting-edge hypersonic missile system and the Akash air defense system, we have built numerous success stories. These achievements have played a crucial role in strengthening our defense sector, making India more self-reliant and secure. ഏഷ്യയിലെ ഏറ്റവും വലിയ എയ്റോ ഷോയായ എയ്റോ ഇന്ത്യ ഈ മാസം 14 വരെ യലഹങ്കയിലെ വ്യോമതാവളത്തിലാണ് നടക്കുന്നത്. ശതകോടി അവസരങ്ങളിലേക്കുള്ള റൺവേ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. എയ്റോ ഇന്ത്യ 2025 ഭാഗമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഫിജി പ്രതിരോധ മന്ത്രി പിയോ തിക്കോന്തോദുവയുമായി ഇന്നലെ ബംഗളൂരുവിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ സഹകരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഫിജി സംയുക്ത സമിതി രൂപീകരിക്കാൻ ഇരുവരും സമ്മതിച്ചതായി സിംഗ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാജ്യരക്ഷാമന്ത്രി ദക്ഷിണ സുഡാൻ പ്രതിരോധ മന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന ദേശീയ ഗെയിംസിൽ കേരളം ഇന്നലെ 1 സ്വർണവും 2 വെള്ളിയും ഉൾപ്പെടെ സ്വന്തമാക്കി. ഡെക്കാത്തലണിൽ കേരളത്തിന്റെ എൻ തൌഫിക്കാണ് സ്വർണം നേടിയത്. വനിതകളുടെ ലോങ് ജമ്പിൽ സാന്ദ്ര ബാവുവും 4x100 മീറ്റർ വനിതാ റിലേ ടീമും വെള്ളി സ്വന്തമാക്കി. പുരുഷന്മാരുടെ 400 മീറ്റർ ഓട്ടത്തിൽ TS മനുവും പുരുഷന്മാരുടെ 110 മീറ്റർ ഹർഡിൽസിൽ മുഹമ്മദ് ലസാനും വെങ്കലം നേട്ടത്തിലെത്തി. മെഡൽ പട്ടികയിൽ കേരളം 9ാം സ്ഥാനത്താണ്. സർവീസസാണ് 1ാമത്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. ഇന്നലെ കട്ടക്കിൽ നടന്ന 2ാം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തിയതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇന്ത്യ 2-0 സ്വന്തമാക്കുകയായിരുന്നു. ഇംഗ്ലണ്ട് ഉയർത്തിയ 305 റൺസ് വിജയലക്ഷ്യം 33 പന്തുകൾ ബാക്കി നിൽക്കെ ഇന്ത്യ മറികടന്നു. സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് കരുത്താണ് ഇന്ത്യയുടെ വിജയത്തിന് നിർണായകമായത്. മറ്റന്നാൾ അഹമ്മദാബാദിലാണ് ഏകദിന പരമ്പരയിലെ 3ാമത്തെയും അവസാനത്തെയും മത്സരം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്നലെ ബംഗളൂരു FCക്ക് ജയം. ബംഗളൂരുവിലെ ശ്രീ കണ്ഠീരവ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ജംഷഡ്പൂർ FCയെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് ബംഗളൂരു പരാജയപ്പെടുത്തിയത്. റെയിൽവേയിൽ 95,000 പുതിയ ഒഴിവുകളിൽ ഉടൻ നിയമനം പൂർത്തിയാക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ബീഹാറിലെ ബേത്തിയ ജംഗ്ഷനിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. നമോ, വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും ശ്രീ വൈഷ്ണവ് പറഞ്ഞു. IIAS DARPG ഇന്ത്യ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ആരംഭിക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്യും. പൊതുഭരണം, നയരൂപീകരണം എന്നിവയിലെ നൂതനാശയങ്ങൾ ചർച്ച ചെയ്യുകയും പര്യവേക്ഷണം ചെയ്യുകയും ചെയ്യുന്ന വേദിയാണ് ഇത്. ഈ മാസം 14 വരെ നടക്കുന്ന സമ്മേളനത്തിൽ 55 രാജ്യങ്ങളിൽ നിന്നുള്ള 240 പ്രതിനിധികൾ പങ്കെടുക്കും. പൊതുഭരണത്തെക്കുറിച്ചുള്ള IIAS സമ്മേളനത്തിൽ ആതിഥേയത്വം വഹിക്കുന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ രാജ്യമാണ് ഇന്ത്യ. പ്രധാന വാർത്തകൾ വീണ്ടും.
രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പ്രയാഗ്രാജ് സന്ദർശിക്കും. മഹാകുംഭമേളയിൽ പങ്കെടുക്കും. പരീക്ഷാ പേ ചർച്ചയുടെ 8ാം പതിപ്പ് ഇന്ന് ന്യൂഡൽഹിയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി സംവദിക്കും. ഫ്രാൻസ്, അമേരിക്ക എന്നീ രാജ്യങ്ങളുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനത്തിൽ ഇന്ന് ബജറ്റ് സംബന്ധിച്ച പൊതുചർച്ചയ്ക്ക് തുടക്കമാകും. എയ്റോ ഇന്ത്യ 2025 പ്രതിരോധ പ്രദർശന പരിപാടിയുടെ 15ാം പതിപ്പ് ഇന്നു മുതൽ ബംഗളൂരുവിൽ. സ്വാശ്രയ ഇന്ത്യയെക്കുറിച്ചുള്ള വീക്ഷണത്തിന് ശക്തി പകരുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. കട്ടക് ഏകദിനത്തിൽ ഇംഗ്ലണ്ടിനെ 4 വിക്കറ്റിന് ഇന്ത്യ പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.